അച്ഛനും മകനും കൂടെ 2025 തൂക്കിയിരിക്കുകയാണ്. ഈ വർഷം മോഹൻലാൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് ബസ്റ്ററുകളുടെയും സൂപ്പർ ഹിറ്റുകളുടെയും ഒരു വർഷമായിരുന്നു. ഇറങ്ങിയ സിനിമകളൊക്കെ റെക്കോർഡ് കളക്ഷൻ, റിലീസ് ചെയ്ത സിനിമകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമായിരുന്നു കളക്ഷന്റെ കാര്യത്തിൽ. ഈ വർഷം ഇറങ്ങിയ സിനിമകൾ ഒന്നാമത്തെ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം സിനിമയാണ്. കുടുംബ പ്രേക്ഷകർക്ക് മുൻതൂക്കം നൽകി ഇറക്കിയ ഒരു സിനിമ ആയിട്ട് പോലും ഈ ഒരു സിനിമ ഒന്നാമത്തെ ദിവസം നമ്മുടെ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 8,43,00,000 രൂപയാണ് കേട്ടോ. ഇനി 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ തിയേറ്ററിൽ റിലീസായ നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ DS ഈറ എന്ന സിനിമയാണ്. ഹൊറർ റോണറിലുള്ള സിനിമ ആയിട്ട് പോലും ഈ ഒരു സിനിമ ഒന്നാമത്തെ ദിവസം നേടിയത് 11,63,00,000 രൂപയാണ്. ഇനി 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് വീണ്ടും നമ്മുടെ ലാലേട്ടന്റെ സിനിമയായിട്ടുള്ള തുടരുവാണ്. 17,18,00,000 രൂപയാണ് ഒന്നാമത്തെ ദിവസം ബോക്സ് ഓഫീസിൽ നിന്നും തുടരും നേടിയത്. ഇനി 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമയും നമ്മുടെ ലാലേട്ടന്റെ തന്നെയാണ്. നമ്മൾ പോലും വിചാരിച്ചു കാണത്തില്ല ഒരു മലയാള സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം തന്നെ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടുമെന്നുള്ളത്. പക്ഷെ അത് എമ്പുരാനിലൂടെ സാധ്യമായിരിക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ ദിവസം എമ്പുരാൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 68,20,00,000 രൂപയായിരുന്നു. അപ്പോൾ ഈ 2025 കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 4 സിനിമകളിൽ 3 സിനിമയും നമ്മുടെ ലാലേട്ടൻ സിനിമയാണ്. അതിൽ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള പ്രണവ് മോഹൻലാലിന്റെ സിനിമ കൂടിയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്.